പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നെഹമ്യായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനത്തിൽ പറയണം, 40 വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. 40 വർഷം. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളും ഒരു നിമിഷം ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. എത്ര വർഷമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഈ ഭൂമി, ഇവിടെ ജനിച്ചു വീഴുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു മരുഭൂമി അനുഭവം തന്നെയാണ് തരുന്നത്. യേശുവിനുണ്ടായ അതേ മരുഭൂമി അനുഭവം തന്നെ നമുക്കും ഈ മരുഭൂമിയിൽ ഉണ്ടാകുന്നു. എത്ര വർഷമായി കർത്താവ് നമ്മളെ സംരക്ഷിക്കുവാൻ തുടങ്ങിയിട്ട്? വല്ല കുറവുമുണ്ടോ? ഒരു കുറവുമില്ലാതെ കൊണ്ട് അവിടുന്ന് നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നില്ലേ? ഒന്ന് ധ്യാനിച്ച് നോക്ക്. ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കുക. എൻ്റെ കഴിഞ്ഞ കാലഘട്ടം മുതൽ, എനിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് ആ കാലഘട്ടം മുതൽ, അതല്ലെങ്കിൽ ഞാൻ ജനിച്ചു വീണ സമയം മുതൽ ഈ സമയം വരെ ഞാൻ ഏതെല്ലാം തരത്തിലുള്ള മേഖലകളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ്. ദൈവത്തിൽ നിന്നകന്ന് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജീവിച്ച വ്യക്തിയല്ലേ ഞാൻ. ഒരു പക്ഷേ പള്ളിയിൽ പോകും, പ്രാർത്ഥന ചൊല്ലും. ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ പള്ളിയിൽ പോയി പ്രാർത്ഥനയും ചൊല്ലി നേർച്ചയും ഇട്ട് സംഭാവനയും കൊടുത്തതിന് ശേഷം ബ്ലേഡിന് മൂർച്ച കൂട്ടും. ബ്ലേഡുകാരനാണെങ്കിൽ, കച്ചവടക്കാരനാണെങ്കിൽ പൂഴ്ത്തിവെപ്പും വെട്ടിപ്പും തട്ടിപ്പും നടത്തും. ജോലിക്ക് പോകുന്നവനാണെങ്കിൽ, ഉദ്യോഗസ്ഥനാണെങ്കിൽ കൈക്കൂലി മേടിക്കും. എന്നു വേണ്ട സകല തിന്മകളും ചെയ്ത ഈ കാലഘട്ടം വരെ, എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവിടുന്ന് നമുക്ക് അവസരം നൽകിയില്ലേ? ഇതാണ് ഇസ്രായേൽ ജനത്തോട് ചോദിച്ചത്. 40 വർഷക്കാലം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ അവിടുന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആരെയും അവിടുന്ന് ചട്ടിയിലിട്ട് വറക്കുന്നില്ല. ഒരുപക്ഷെ തകർച്ചകൾ വന്നുവെങ്കിൽ അത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാക്കി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ച വന്നുവെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെയാണ് വിച്ഛേദിക്കപ്പെട്ടതെന്നും തകർച്ച ഈ ലോകത്തിലേക്ക് തരുന്ന ദുഷ്ടനുമായിട്ടുള്ള കൂട്ടുകെട്ട് എൻ്റെ എത്രമാത്രം അധികമായിട്ടുണ്ടോ എന്ന് ഞാനത് ചിന്തിക്കണം. കൊല്ലാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കടന്നു വരുന്ന സാത്താനാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം മുറിച്ച് സാത്താനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുമ്പോൾ സാത്താൻ്റെ കയ്യിൽ നിന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് തകർച്ചകളും ദുരിതങ്ങളും രോഗപീഠകളും. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇപ്പോൾ വിചാരിക്കും, അപ്പോൾ ഈ രോഗമൊക്കെ തരുന്ന ദൈവമല്ലേ? പ്രിയ സഹോദരങ്ങളെ, ദൈവം ആർക്കും രോഗം നൽകിക്കൊണ്ട്, ആർക്കും തകർച്ചകൾ നൽകിക്കൊണ്ട്, ആർക്കും ദുരിതങ്ങൾ നൽകിക്കൊണ്ട് ദൈവം ആരെയും പീഡിപ്പിക്കുന്നില്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹമാകുന്ന ദൈവത്തിന് ആരെയും പീഡിപ്പിക്കുവാനോ തകർക്കുവാനോ നശിപ്പിക്കുവാനോ പറ്റത്തില്ല. എന്നാൽ സ്നേഹമാകുന്ന ദൈവത്തിൽ നിന്നും ദുരിതങ്ങളും തകർച്ചകളും തരുന്ന സ്നേഹത്തിൻ്റെ ഒരു മറുവശം തന്നെയാകുന്ന ആ ദുഷ്ടശക്തികളുടെ കൂട്ടുകെട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ പല മേഖലകളിലും നയിച്ചുകൊണ്ടിരിക്കുന്നവനും ഇന്നും ഈ ദുഷ്ടാരൂപിയാണ്. ഈ ലോകത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ അല്ല, ഈ ലോകത്തിൻ്റെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ലോകം മുഴുവനും ദുഷ്ടൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. 1 യോഹന്നാൻ 5:19.
കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. നിങ്ങൾ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കരുത്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ദൈവം നമ്മെ അവിടെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. അവർക്കൊന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിലുള്ള വ്യക്തികൾക്ക് എന്തിനാ കുറവ്? വലിച്ചു വാരിക്കൂട്ടി വെക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളവർക്ക് കുറവ്. അന്നന്ന് വേണ്ട ആഹാരം ഇവിടെ കേരളത്തിലുള്ളവർക്കൊന്നും അന്നന്ന് വേണ്ട ആഹാരത്തിനൊന്നും ഒരു കുറവുമില്ലാതെ കൊണ്ട് ദൈവം അവരെ പരിപാലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ അധികം സമ്പാദിച്ചു കൂട്ടാനായിട്ടുള്ള വഴിയൊന്നുമില്ലായിരിക്കാം. അന്നന്ന് വേണ്ടത് ദൈവം തരുന്നുണ്ട്, അന്നന്ന് വേണ്ടത്. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ പട്ടിണി മൂലം ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി വിഷമിക്കുന്നവർ, ആഹാരത്തിന് വേണ്ടി ഒട്ടിയ വയറ്, ഉന്തിയ കണ്ണ്, അതുപോലെ തന്നെ ഇങ്ങനെ രോഗം ബാധിച്ച് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ, ഭവനമില്ലാതെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന പട്ടിണി പാപങ്ങൾ നിറഞ്ഞ രാജ്യങ്ങൾ ലോകത്തിൻ്റെ പല മേഖലകളിലുമുണ്ട്. അതിഭയങ്കരമായ പീഡകൾ അവിടെ നടക്കുന്നുണ്ട്. കേരളത്തിലുള്ളവർക്ക് ഇതൊന്നുമില്ല. സുഖസുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ നിമിഷവും കർത്താവ്, പ്രിയ സഹോദരങ്ങളെ, ഈ മരുഭൂമിയാകുന്ന ലോകത്തിൽ ഒന്നിനും കുറവില്ലാതുകൊണ്ട് അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അവിടെ അവർക്കൊന്നിനും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, പാദം വീങ്ങിയില്ല എന്ന്. അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല. ദൈവം ആ വസ്ത്രത്തെ പോലും പരിപാലിച്ചു കൊടുത്തു. പ്രിയ സഹോദരങ്ങൾ, നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കർത്താവ് നമ്മളോട് ഈ മേഖലയിലെല്ലാം കരുണ കാണിക്കുമ്പോഴും ഞാനും എൻ്റെ ജീവിതത്തിൽ കരുണ മറ്റുള്ളവരിലേക്ക് വർഷിക്കുവാൻ കടപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുന്ന് നൽകിയ വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഈ ഭൂമിയിൽ അവിടുന്ന് ഞങ്ങളുടെ ഈ കാലഘട്ടം മുഴുവനും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നല്ലോ, ഞങ്ങളെ പരിപാലിക്കുകയായിരുന്നല്ലോ. കർത്താവെ, വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചതുപോലെ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കുവാൻ, ദയ കാണിക്കുവാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ദയയാകുന്ന ഫലത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.